ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ശനിയാഴ്ച പവിയേട്ടൻ്റെ കളക്ഷൻ നമ്മൾക്ക് ഇടാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. 16-ാം ദിവസമാണ് സിനിമ ഓടുന്നത്. 16-ാം ദിവസം പവി കെയർടേക്കറിൻ്റെ കളക്ഷൻ വന്നിരിക്കുന്നത് 14.5 ലക്ഷത്തോളം രൂപയാണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളേക്കാൾ കൂടുതലാണ് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. നല്ല ഒരു സൂചന തന്നെയാണ് സിനിമയുടെ ഈ ഒരു കളക്ഷൻ സൂചിപ്പിക്കുന്നത്. വലിയ കളക്ഷൻ എന്നല്ല, ഏകദേശം 22-23 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് വരുന്നത്. 16.95, അത് 17% ഒക്യുപ്പൻസി വരുന്നത്. 1-2 ഹൗസ്ഫുൾ ഷോകൾ വരുന്നുണ്ട്. അപ്പം മികച്ച രീതിയിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. മികച്ച രീതി എന്ന് പറയുന്നതിന് വേറൊന്നുമല്ല, ഈ സിനിമ ആദ്യ 2 ദിവസം കഴിഞ്ഞപ്പോൾ വാഷ് ഔട്ട് ആകുമെന്ന് പ്രതീക്ഷിച്ച ഒരുപാട് പേർ ചില കമൻസുകൾ ചോദിക്കുന്നുണ്ട്, ഇതുവരെ വാഷ് ഔട്ട് ആയില്ലേ എന്നുള്ളതും. അപ്പം ഈ സിനിമ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു 1-2 കുട്ടികൾ ഉള്ള ഫാമിലിയിൽ നിന്ന് പോകുമ്പോൾ അച്ഛനും അമ്മയും അപ്പനും അമ്മൂമ്മയും ഒക്കെ കൂടെ പോകുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാം. അപ്പം അങ്ങനെ തന്നെയാണ് ഈ സിനിമ. പല സിനിമകളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. കുട്ടികളെ മാത്രം ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റിലേക്ക് കൊടുക്കുന്ന ഒരുപാട് സിനിമകൾ, പട്ടണത്തിൽ ഭൂതമാണെങ്കിലും CID മ്യൂസിയം ആണെങ്കിലും ഒക്കെ അത് കുട്ടികളെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ സക്സസ് ആയിരുന്നു. ആ ഒരു കുട്ടി 1-2 പ്രാവശ്യം കാണണമെന്ന് പറയുമ്പോൾ പേരൻസ് അതിൻ്റെ കൂടെ പോകുന്നു. അത് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ്. പിന്നെ ഇത്രയും സിനിമകൾ ഇറങ്ങുന്നതിനിടയിൽ അത്ര വലിയ സംഭവമൊന്നും ആയിരുന്നില്ല ഈ സിനിമയെങ്കിൽ, പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന, ബാക്കി വലിയ കാര്യങ്ങളിലേക്ക് പോകുന്ന സിനിമയല്ല, സാധാരണ ലെവലിലുള്ള ഒരു സിനിമയായിട്ട് വന്നു. അതുകൊണ്ട് തന്നെ സിനിമ ഒന്ന് നല്ല ലെവലിൽ കളക്ഷൻ വരുന്നു. വലിയ കളക്ഷൻ അല്ലെങ്കിലും പക്ഷേ ഈ സിനിമ എപ്പോഴേ പോകേണ്ടതാണ് എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരം പോലെ ഇപ്പോഴും 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്നു. കേരള കളക്ഷൻ 7 കോടിയിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. 7 കോടി എത്തുന്നു എന്നല്ല, 7 കോടി കഴിയുന്നു എന്നുള്ളതാണ്. ഇവിടെ ട്രാക്കേഴ്സ് മുഖാന്തരം തന്നെ 6 കോടിയിലേക്ക് സിനിമ ഇന്നത്തോടെ എത്തും എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇന്നും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് ഞായറാഴ്ച വരുന്നത്. അതായത് ഇന്നലത്തേൻ്റെ ഒപ്പം അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് കളക്ഷൻ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്ന് വെച്ചിട്ട് വലിയ കളക്ഷൻ അല്ല, ഒരു 5-6 ലക്ഷം അല്ലെങ്കിൽ 1 ലക്ഷം രൂപയുടെയൊക്കെ ഡിഫറൻസ് ആയിരിക്കാം മാക്സിമം വരാൻ പോകുന്നത്. എന്തായാലും പ്രതീക്ഷയേക്കാൾ മുകളിലാണ് പവി കെയർടേക്കർ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ദിലീപിനെ ആളുകൾ കൈവിടില്ല എന്നുള്ളൊരു കാര്യം. നല്ല സിനിമകൾ വരികയാണെങ്കിൽ തീർച്ചയായും ബോക്സ് ഓഫീസ് പവർ ദിലീപിന് ഇനിയും കാണിക്കാൻ കഴിയും എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സ്വഭാവവും കാര്യങ്ങളുമൊക്കെ വെച്ചിട്ടാണ് ഒരുപാട് പേർ സിനിമയ്ക്ക് കയറാത്തത്. ഇതൊരു കലയാണ്, സിനിമയാണ്. നമ്മൾ പോകുന്നത് ദിലീപിൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കാനല്ല എന്നുള്ളത് നമ്മൾ ആദ്യം ചിന്തിക്കാം. അദ്ദേഹം ആരാണേലും ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിൽ നമുക്ക് കാണാം. അതൊക്കെ നമുക്കറിയാം. നമ്മൾ മലയാളികളുടെ പ്രത്യേകത മോറൽ സൈഡ് നോക്കുന്നു എന്നുള്ളത് അങ്ങനെ തന്നെയാണ്. നമുക്ക് ഒരിക്കലും മാറ്റാൻ കഴിയില്ല. ഞാനും നിങ്ങളും എല്ലാവരും അങ്ങനെ തന്നെയാണ്. അത് ഉറപ്പാണ്. നമ്മളങ്ങനെ നോക്കുകയും ചെയ്യും. എന്നിരുന്നാലും ഒരു സിനിമ എന്ന ലെവലിൽ നോക്കുമ്പോൾ അയാളുടെ സ്വഭാവവുമായി നമ്മൾ കമ്പയർ ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെയും പേഴ്സണൽ ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു സിനിമ ഒരു ആവറേജ് ലെവലിൽ കാണാൻ കഴിയുന്ന, കുട്ടികളെ ഇഷ്ടപ്പെടുത്തുന്ന ഒരു സിനിമ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ 10-20 വർഷമായിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ലെവലിൽ ഇന്നും ചിരിക്കാൻ കഴിയുന്ന സിനിമ ദിലീപ് ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ബാക്കിയുള്ളവരുടെ വല്ലപ്പോഴും 1-2 സിനിമകൾ മാത്രമാണ്. എന്താണ് പവി കെയർടേക്കർ അങ്ങനെ പയ്യെ സ്റ്റെപ്പ് വെച്ച് കയറി പോകുന്നു എന്നുള്ളതാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.